നമ്മുടെയൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നത്, രണ്ടാമത്തെ നമ്മുടെ കൺട്രോളിന്റെ പുറത്തുള്ളത്. ഈ നമ്മുടെ കൺട്രോളിന്റെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല ജീവിതത്തിൽ. ഫോർ എക്സാമ്പിൾ, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ തടയാന്നുള്ളത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ഒരു കുട എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ നമ്മൾ ആ തീരുമാനത്തിൽ ഫോക്കസ് ചെയ്യാം. അല്ലാതെ മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ എനർജി എന്നുള്ളത് ലിമിറ്റഡ് ആണ്. അപ്പൊ അത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കടലിലുള്ള തിരമാലകളെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ ആ തിരമാലകൾക്കിടയിലൂടെ സർഫിംഗ് പഠിച്ചിട്ട് ആ തിരമാലകളെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പൊ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ എന്നുള്ളതാണ്. സങ്കടങ്ങളും ടെൻഷനും ഒക്കെ നമ്മുടെ മനസ്സിൽ താമസിക്കുന്ന നമുക്ക് വാടക എന്നിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്ക് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫ്രീ അക്കോമഡേഷൻ കൊടുക്കാൻ നിൽക്കരുത്, എടുത്ത് പുറത്തുവിടണം. ഇനി നമ്മുടെ കൂട്ടത്തിലൊക്കെ ചില ആൾക്കാരുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുക, അഥവാ ഇല്ലാത്ത കടത്തിന് ഇന്ന് തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ. വേറെ ചില ആൾക്കാരുണ്ട് പിന്നെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഓൾറെഡി കൊടുത്ത് വീട്ടിയ കടത്തിന് ഇപ്പോഴും ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ചുരുക്കി പറഞ്ഞാൽ രണ്ടും സ്റ്റുപ്പിഡിറ്റിയാണ്, രണ്ടും മണ്ടത്തരമാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് 5 സെക്കൻഡ്സ് ഒന്ന് തിങ്ക് ചെയ്യുക, ഇതെന്റെ കൺട്രോളിലുള്ള കാര്യമാണോ? അതേതാണെങ്കിൽ അവിടെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അത് പരിഹരിക്കാനുള്ള തീരുമാനം എടുക്കുക, പണി തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല എന്നാണെങ്കിൽ അവിടെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അംഗീകരിക്കുക എന്നുള്ളതാണ്, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഫിൽട്ടർ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ജീവിതത്തിന്റെ പടിക്ക് പുറത്തായിരിക്കും.